ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ 3 രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കൂൾ ഡ്രിങ്ക്സ് ആണ് കാണിക്കുന്നത്. ഇത് ഞാൻ റവയും പാലും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിനു മുന്നേ റവയും പാലും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫലൂദയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടേനു. നല്ല റെസ്പോൺസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു ഐഡിയ വെച്ചിട്ട് ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം. വറുത്തെടുത്ത റവയാണ്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കുക കേട്ടോ. പാൽപ്പൊടിയാണ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾ മധുരം പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 6-7 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ ഇത് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഡ്രിങ്കിലൊക്കെ സാഫ്രോണിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇത് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റവൻ്റെയും പാൽപ്പൊടിൻ്റെയും മിക്സ് ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മളെടുത്ത പാല് ഒരു പകുതി ആവുന്നവരെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ട് പകുതിയോളം വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ഡ്രിങ്ക് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലുതിയൊക്കെ കുടിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഒന്ന് ചൂടാറി കിട്ടണം. അപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് ഡ്രിങ്കാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡ്രിങ്കിൽ ഞാൻ ഫ്ലേവർ കൊടുക്കുന്നത് ബദാമിൻ്റെയാണ്. ആ ബദാമിൻ്റെ തൊലി എളുപ്പത്തിൽ കളയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയിൽ ഗോതമ്പ് പാലുതൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 10-12 ബദാം അതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച റവൻ്റെ ഡ്രിങ്ക് ഉണ്ടല്ലോ, അത് ഞാൻ 3 ആക്കിയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ഫ്ലേവറിൽ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് ചെയ്താൽ മതി. 3 ചെയ്തെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ റവയും പാലും കുറുക്കിയെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഇട്ടുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിന്. അപ്പോൾ ഞാനും മധുരമൊന്നും ചേർത്തിട്ടില്ല. ഞാനൊരു 1 കപ്പോളം തണുത്ത വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക്, റവയും പാലും വെച്ചിട്ടുള്ള ബദാം ഡ്രിങ്ക്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. ആ ഒരു ഡ്രിങ്കിൽ കിട്ടിയൊരു ഐഡിയ വെച്ചിട്ടാണ് ഈ ഒരു 3 ഡ്രിങ്കും ചെയ്തിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റ് തന്നെയുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഡ്രിങ്ക് ആക്കിയെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ഡ്രിങ്കിന് വേണ്ടിയിട്ട് കുറച്ച് റവയും പാലും വെച്ചിട്ടുള്ള ആ കുറുക്കി എടുത്തിട്ടുണ്ടല്ലോ, അത് ഞാനിതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിൽ ഫ്ലേവർ കൊടുക്കുന്നത് പിന്നെ സ്ട്രോബെറിയുടെ മിൽക്ക് മിക്സ് ഇല്ലേ, അതാണ്. ഒരു 3-4 ഡ്രോപ്പ് ഊറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്നിലും പഞ്ചസാര ചേർക്കുന്നില്ല, ആദ്യം ചേർത്തുകൊണ്ട്. ഇനി നമുക്ക് ഈ മിക്സി അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റവയും പാലും വെച്ചിട്ടുള്ള സ്ട്രോബെറി ഡ്രിങ്ക്. ഇനി മൂന്നാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. സെയിം ഞാൻ കുറച്ച് റവയും പാലും വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം.
ഇതിൽ ഫ്ലേവർ കൊടുക്കുന്നത് പിസ്തൻ്റെ ഫ്ലേവറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 5 ഡ്രോപ്പോളം പിസ്ത എസൻസ് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നില്ലേ ഇതിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ നല്ല കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഡ്രിങ്കിൻ്റെ ഒരു ഇതിലായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും വെള്ളമൊക്കെ ചേർത്തിട്ടുള്ളത്. അടച്ച് വെച്ചിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പിസ്ത ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തി വെച്ചതും പിന്നെ അനാറിൻ്റെ സീഡ് ഇട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലിടുന്നത്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിടാണെങ്കിൽ അങ്ങനെ ഇട്ടോളൂ. ഞാൻ ആ റവൻ്റെ ഫലൂദയിൽ കാണിച്ചിട്ടില്ലേ അതേപോലെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 3 വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്തായാലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്